ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ജാസ്മിൻ കഴിഞ്ഞ ദിവസം സിജോയായിട്ട് കുറച്ച് കാര്യങ്ങൾ നോറയെക്കുറിച്ച് സംസാരിച്ചു. അതെന്തായിരിക്കും, അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. സിജോയായിട്ട് ജാസ്മിൻ കഴിഞ്ഞ ദിവസം നോറയുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നോറയുടെ കാമുകൻ നോറയെ വിട്ട് ഉപേക്ഷിച്ച് പോകുമെന്നും, നോറ ഇവിടെ നിൽക്കുന്നത് വെറുതെ ഫേക്കായിട്ടാണെന്നും വായടുത്ത കള്ളത്തരമെന്ന് പറയുന്നതൊക്കെ സിജോയോട് ജാസ്മിൻ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ള ഇതേ ഉള്ളൂ, ഇതേ ജാസ്മിൻ അവിടെ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ്. ജാസ്മിൻ കള്ളം പറഞ്ഞിട്ടില്ല, നോറ മാത്രമേ കള്ളം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നോറയെ സപ്പോർട്ട് ചെയ്യുകയല്ല. കഴിഞ്ഞ ദിവസം ജാസ്മിനുമായിട്ട് കല്യാണം ഉറപ്പിച്ച പയ്യനായ അഫ്സല് കുറച്ച് വെളിപ്പെടുത്തൽ കേട്ടൊക്കെ വന്നു. ഒരുപാട് ചാനൽ അത് വാർത്തയാക്കി. ഞാൻ എൻ്റെ ചാനലിൽ അത് ഇട്ടില്ല. വെറുതെ എന്തിനാ കണ്ടന്റ്, എല്ലാ ചാനലുകളും ഒരേ കണ്ടന്റ് ആകുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അതുകൊണ്ട് ഞാനത് ഇട്ടില്ല. പക്ഷേ അതിൽ പറയുന്നത് കേട്ടിട്ട് ഞാനത് ഇത് കേട്ടതാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും കള്ളത്തരമാണോ ജാസ്മിനോട് പറഞ്ഞുണ്ടാക്കിയത്? ഇതേക്കുറിച്ചല്ല ഞാൻ പറയാൻ പോകുന്നത്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഇതേക്കുറിച്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നോറയെ നന്നാക്കാൻ ജാസ്മിൻ നടക്കുന്നത്. അവിടെയുള്ള എല്ലാവരെയും ജാസ്മിൻ കള്ളി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിനെ എന്താ വിളിക്കുന്നത്? പെരുങ്കള്ളി എന്ന് വിളിക്കണം. അല്ല, നിങ്ങൾ തന്നെ കാണുന്നതല്ലേ. ഞാൻ പറയുന്ന കാര്യമുണ്ട്. ഇപ്പൊ ജാസ്മിന്റെ കുറെ ഫാൻസുകാർ വന്ന് പൊങ്കാലയിടും, അത് വേറെ കാര്യം. അതെല്ലാം എൻ്റെ വീഡിയോയിലുണ്ട്. ജാസ്മിൻ കി ജയ് എന്നൊക്കെ പറയുമെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ജാസ്മിൻ നല്ല കാണിക്കുമ്പോൾ ഒക്കെ ഞാൻ എൻ്റെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ജാസ്മിൻ്റെ ഫാദറിനെതിരെ കുറേ സൈബർ അറ്റാക്ക് വന്നപ്പോൾ ഞാൻ അതിനെതിരായി സംസാരിച്ചതാണ്. നമ്മളെന്ത് പറഞ്ഞാലും ഉള്ള പോലെ പറയും. അല്ല, സത്യസന്ധമായി വീഡിയോ ഇടുന്നവരാണ് ഞാൻ. നിങ്ങളല്ല വെറുതെ തെറി വിളിച്ചിട്ട് ഒരു കാര്യമില്ല. എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യുന്ന അതിലൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ പറയാനുള്ളത് ആരാണ് ഞാൻ മുഖത്ത് നോക്കി പറയും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ജാസ്മിനാണ് അവിടുത്തെ ഏറ്റവും വലിയ കള്ളത്തരം പറഞ്ഞത്? എന്നിട്ടാണ് ജാസ്മിൻ അവിടെയുള്ള മറ്റുള്ളവരെ കള്ള എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ കാര്യം പൊളിച്ചെടുക്കുക. ആദ്യം സ്വയം നന്നാകുക, എന്നിട്ട് മറ്റുള്ളവരുടെ കാര്യം നന്നാക്കുക. അല്ല ജാസ്മിനെ, അപ്പോൾ ശരിയല്ലേ ഞാൻ പറഞ്ഞു? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോയുടെ അവസാനിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു.